ഡാൻ ഗുഡിയന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ചമ്പക്കുളം മൂലം വള്ളംകളി ഫൈനൽ മത്സരം ആരംഭിച്ചു. ഒന്നാം ട്രാക്കിൽ ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബ് തുഴയുന്ന ആയാപ്പറമ്പ് വലിയ ദിവാഞ്ചി, രണ്ടാം ട്രാക്കിൽ നടുഭാഗം ബോട്ട് ക്ലബ് തുഴയുന്ന നടുഭാഗം ചുണ്ടൻ, മൂന്നാം ട്രാക്കിൽ ചമ്പക്കുളം ബോട്ട് ക്ലബ് തുഴയുന്ന ചമ്പക്കുളം ചുണ്ടൻ എന്നിവയാണ്. താങ്ക് യു ഷാജി. ആവേശകരമായ 2024 രാജപ്രമുഖ ട്രോഫിയിൽ ഇതാ ആയാപ്പറമ്പ് വലിയ ദിവാഞ്ചി നടുഭാഗവും ചമ്പക്കുളവും കടന്നുപോകുന്ന കാഴ്ച മനോഹരമായ ദൃശ്യമായിരുന്നു. ആയാപ്പറമ്പ് വലിയ ദിവാഞ്ചി ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബ്ബ് ജോസ് ആറ്റത്തുംപള്ളി ക്യാപ്റ്റനായിട്ട് കടന്നുപോയി. രണ്ടാം ട്രാക്കിലൂടെ നടുഭാഗം ബോട്ട് ക്ലബിന്റെ രാജശരണ്ടിയുടെ നേതൃത്വത്തിൽ കടന്നുപോയി. ചമ്പക്കുളം ബോട്ട് ക്ലബിന്റെ മോൻസ് കരിക്കമ്പള്ളിയുടെ നേതൃത്വത്തിൽ ചമ്പക്കുളവും കടന്നുപോയി. അങ്ങനെ 2024 രാജപ്രമുഖൻ ട്രോഫിയുടെ അവസാന ക്ലൈമാക്സ്. അമ്പയർമാരുടെ അവസാനത്തെ ജഡ്ജിന്റെ വിധി പറയട്ടെ. ഒരുപക്ഷെ 20 ദിവസം കൊണ്ട് ഇവിടെ സംഘടിപ്പിച്ച ഈ ജലോത്സവം കേരളത്തിലെ ജലോത്സവങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ചുരുങ്ങിയ ദിവസം കൊണ്ട് നടത്തിക്കുന്ന ജലോത്സവത്തിന് കുട്ടനാട്ടിലെ തഹസിൽദാർക്ക് അഭിമാനിക്കാം, ആലപ്പുഴ ആദ്യമായിട്ട് അഭിമാനിക്കാം, ശ്യാമിന് അഭിമാനിക്കാം, ജോസ് കാവടനെ അഭിമാനിക്കാം, അതുപോലെ എ ബി മുരളിക്കും കെ മോഹൻലാലിനും സംഘാടക സമിതിയിലുള്ള എല്ലാവർക്കും. ഓളപ്പരപ്പിലെ ആവേശത്തിനൊടുവിൽ ഇപ്പോൾ രാജപ്രമുഖൻ ട്രോഫി ആയാപ്പറമ്പ് വലിയ ദിവാഞ്ചി നേടിയിട്ടുണ്ട്. ആവേശകരമായ മത്സരത്തിനൊടുവിൽ എന്തായാലും ട്രോഫി കരസ്ഥമാക്കിയിരിക്കുകയാണ്. ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബ് തുഴഞ്ഞ വള്ളം ആയാപ്പറമ്പ് ആണ് ട്രോഫി നേടിയിട്ടുള്ളത്. ചമ്പക്കുളം മൂലം വള്ളംകളി ഫൈനൽ മത്സരമാണ് ഇപ്പോൾ സമാപിച്ചിരിക്കുന്നത്. ആവേശകരമായിട്ടുള്ള മത്സരത്തിനൊടുവിൽ ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബ് തുഴഞ്ഞ രാജപ്രമുഖൻ ട്രോഫി നേടിയത് ആയാപ്പറമ്പ് വലിയ ദിവാഞ്ചിയാണ്. ആവേശകരമായ മത്സരം ഒരിക്കൽ കൂടി. ആയാപ്പറമ്പ് വലിയ ദിവാഞ്ചി ശേഷം വിവരണത്തിന് കാവാലം ഷാജി ജർമ്മനിലേക്ക്. ചമ്പക്കുളം മൂലം വള്ളംകളി ആവേശകരമായി പരിസമാപ്തി കുറിച്ചിരിക്കുകയാണ്. എന്തായാലും രാജപ്രമുഖൻ ട്രോഫി അത് ആയാപ്പറമ്പ് വലിയ ദിവാഞ്ചി നേടിയിരിക്കുകയാണ്. ഒന്നാം ട്രാക്കിൽ തുഴഞ്ഞ ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബിന്റെ ആയാപ്പറമ്പ് ദിവാഞ്ചി രാജപ്രമുഖൻ ട്രോഫി സ്വന്തമാക്കിയിരിക്കുന്നു.